സ്വർഗത്തിലെ നമ്മുടെ കൂട്ടുകുടുംബം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് 2 പ്രാവശ്യം വെളിപാട് പുസ്തകം 8-ാമത്തെ അധ്യായം 1 മുതൽ 4 വാക്യങ്ങളിലൂടെയും സ്വർഗത്തിൽ സകല ജാതികളിലും സകല ജനതകളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും പെട്ട വളരെ വലിയ ഒരു വിശുദ്ധരുടെ കൂട്ടമുണ്ടെന്ന് വെളിപാട് പുസ്തകം 7:9 വെളിപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടും അവർ രാപ്പകൽ ദൈവത്തെ ആരാധിക്കുന്നു, തങ്ങളുടെ അങ്കി കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അലക്കി വെളുപ്പിച്ച് വിശുദ്ധരാണെന്നും അവർ കുരുത്തോലയുമായി തങ്ങളുടെ ഉത്ഥാനത്തെ പ്രഘോഷിച്ചുകൊണ്ടുള്ള അടയാളമായ കുരുത്തോലയുമായി സ്വർഗത്തിൽ രാപ്പകൽ ആരാധിക്കുന്നുവെന്നും വെളിപാട് പുസ്തകം 7-ാമത്തെ അധ്യായം 14 മുതൽ 15 വരെ വാക്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടും സുവിശേഷം ലോകത്ത് എവിടെയൊക്കെ പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ വിശുദ്ധരെ അവരുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത് കൊണ്ടും മർക്കോസ് 14:9 ഈ തിരുവചനങ്ങൾ ഗൗരവത്തോടെ എടുക്കുന്ന കത്തോലിക്ക സഭ വിശുദ്ധരെ ഓർക്കുന്നു, വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ആവശ്യപ്പെടുന്നു. ഇന്ന് ഈ ഓഗസ്റ്റ് 7-ാം തീയതി നമ്മൾ ഓർക്കുന്ന വിശുദ്ധര് സിക്സ്റ്റസ് രണ്ടാമൻ മാർപ്പാപ്പ. ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്കിന്ന് കുറച്ചുകൂടി ധ്യാനിക്കാം. ഇന്നത്തെ വിശുദ്ധരുടെ പേരുകൾ പറഞ്ഞതിന് ശേഷം, ഇന്ന് നമ്മൾ ഓർക്കുന്ന വിശുദ്ധരുടെ പേരുകൾ പറഞ്ഞതിന് ശേഷം ഈ സിക്സ്റ്റസ് മാർപ്പാപ്പയെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് കാണാം. സിക്സ്റ്റസ് രണ്ടാമൻ മാർപ്പാപ്പ, കാജറ്റൻ, അഫ്ര ഓഫ് ഓക്സ്ബർഗ്, അഗത്താൻഗേലുസ് നൂറെ, ആൽബർട്ട് ഓഫ് സിസിലി, ആൽബർട്ട് ഓഫ് സസോഫെറാത്തോ, Amicino of Lodi, Cassian was Lopus Neto, Claudia of Rome, Conrad Nantwein, Donat, Donation of Halon sur Marne, Donato of Imola, Donatus of Arezzo, Donatus of Besançon, Edmund Boyanovsky, Edward Bamber, Faustus of Milan, Hilarinus of Ostia, Hyperechios, John Woodcock, Jordan Forsatei, Julian of Rome, Matteo Nolli, Miguel de la Mora, Nicholas Postgate, Peter of Rome, Thomas of Rasuolo, Thomas Caccia, Thomas Whitaker, Vitricius of Rouen, Vincent de l'Aquila. Martyred Deacons of Rome 6 പേര്. റോമായിലെ ഡീക്കന്മാർ 6 പേര്. മാർട്ടേഴ്സ് ഓഫ് കോമ 6 പേര്. സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട വിശുദ്ധര്, മാർട്ടേഡ് ഇൻ ദ സ്പാനിഷ് സിവിൽ വാർ. കാസ്റ്റോ നവാറോ മർത്തീനസ്, Dalmacio Bellota Perez, Diodorus Hernando Lopez, Francisco Gargallo Gatron, Jovan Baptista Urgel Coma, Jose Arner Margalef, Luis Villanueva Montoya, Manuel Sancho Aquilar, Maria del Carmen Zaragoza, Maria Rosa Adrover Marti, Pedro Ortigosa Ora, Rafael Severiano Rodrigo Navarro, Thomas Carbonell Miquel, Isabel Reminan Garaxedo, Bartolomeo of Urbino, Catilia Mishe, Chelsea of Limoges, Donatus of Münsterefeld, Isabel Reminan Caracedo, Leo de Bodo, Thomas Hunda. ദമാസുസ് 1-ാമൻ മാർപ്പാപ്പ വേറൊരു മാർപ്പാപ്പയുടെ കബറിടത്തിൽ എഴുതി വെച്ച ഒരു ശിലാലിഖിതമുണ്ട്. ആ ശിലാലിഖിതത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇവിടെ സംസ്കരിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ
അമ്മയുടെ ഉദരത്തെ വാളുകൾ പിളർന്ന നാളുകളിൽ ദൈവവചനത്തിൻ്റെ ഇടയനായിരുന്നു. പെട്ടെന്ന് പട്ടാളക്കാർ എൻ്റെ മുറിയിൽ കടന്നു വന്ന് എന്നെ കസേരയിൽ നിന്നും മറിച്ചിട്ടു. എനിക്ക് കാവൽ നിന്നിരുന്നവർ വാളിന് നേർക്കെ കഴുത്തു നീട്ടി. രക്തസാക്ഷിയാകാനുള്ള എൻ്റെ അവസരമാണ് അവർ കവർന്നെടുക്കുന്നത് കണ്ട ഞാൻ എന്ന ഇടയൻ എഴുന്നേറ്റ് എൻ്റെ ശിരസ് വാളിന് നേരെ നീട്ടി. ഇടയൻ്റെ സുഹൃതത്തിൽ വെളിപ്പെട്ട ക്രിസ്തു, പാരിതോഷികം നൽകുന്ന ക്രിസ്തു, തൻ്റെ അജഗണത്തെ അപായരഹിതമായി സൂക്ഷിച്ചു. സിക്സ്റ്റസ് രണ്ടാമൻ മാർപ്പാപ്പയുടെ കബറിടത്തിലാണ് ഡമാസസ് ഒന്നാമൻ മാർപ്പാപ്പ ഇങ്ങനെ എഴുതി വെച്ചത്, ഈ ശിലാഫലകം. സിക്സ്റ്റസ് രണ്ടാമൻ അദ്ദേഹം മരിച്ചത് ക്രിസ്തുവർഷം 258 മാർപ്പാപ്പയായി ഒരു വർഷം, 1.5 വർഷം. അവ 257, ക്രിസ്തുവർഷം 257 ഓഗസ്റ്റ് 31 മുതൽ ക്രിസ്തുവർഷം 258 ഓഗസ്റ്റ് 6 വരെ ഒരു വർഷം കഷ്ടി കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയായിരുന്നു. വലേരിയൻ ചക്രവർത്തിയുടെ മതമർദ്ദന കാലത്ത് റോമായിലെ ലോറൻസ് ഉൾപ്പെടെ 7 ഡീക്കന്മാർ കൊല്ലപ്പെട്ടപ്പോൾ ഈ മാർപ്പാപ്പയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ജാനുവാരിയൂസ്, വിൻസെൻസുസ്, മാന്യുസ്, സ്റ്റെഫാനുസ്, ഫെലിച്ചിസിമുസ്, അഗാപ്പിറ്റുസ് എന്നിവരായിരുന്നു ലോറൻസിനെ കൂടാതെയുള്ള ഡീക്കന്മാർ. മാർപ്പാപ്പന്മാരെക്കുറിച്ചുള്ള രേഖകൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ലീബർ പൊന്തിഫിച്ചാലിസ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ആ ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ സിക്സ്റ്റസ് മാർപ്പാപ്പയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ആദ് നൊവാസിയാനും എന്ന ഗ്രന്ഥം രചിച്ചത് സിക്സ്റ്റസ് മാർപ്പാപ്പയാണെന്നാണ് ഒരു നിഗമനം. നമ്മൾ മുകളിൽ സൂചിപ്പിച്ച ഈ സിക്സ്റ്റസ് മാർപ്പാപ്പയുടെ കബറിടത്തിൽ വെച്ചിരിക്കുന്ന ശിലാലിഖിതത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി കേൾക്കാം. ഒന്ന്, റോമായിലെ മാർപ്പാപ്പയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദൈവവചനത്തിൻ്റെ ഇടയൻ എന്നാണ്. ദ പാസ്റ്റർ ഓഫ് ഗോഡ്സ് വേർഡ്. അതിന് 2 പ്രധാനപ്പെട്ട സൂചനകളുണ്ട്. ഒന്ന്, വചനം ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിൻ്റെ ഇടയൻ, ക്രിസ്തു നിയമിച്ച ഇടയൻ, പത്രോസിൻ്റെ പിൻഗാമികൾ. നീ എൻ്റെ ആടുകളെ മേയ്ക്കുക, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, നീ എൻ്റെ പെണ്ണാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് പത്രോസിനെ ഭരമേൽപ്പിച്ച ആ ഇടയ ദൗത്യം തുടരുന്ന ആൾ. മറ്റൊരർത്ഥം, വചനം പ്രഘോഷിക്കുന്ന ദൈവവചനത്തിൻ്റെ ഇടയൻ. മാർപ്പാപ്പയുടെ മുഖ്യമായ ചുമതല വചന പ്രഘോഷണമാണ്. മാർപ്പാപ്പയുടെ മാത്രമല്ല, എല്ലാ ഇടയന്മാരുടെയും, മെത്രാന്മാരുടെയും, അച്ഛന്മാരുടെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം വചന പ്രഘോഷണമാണ്. നമ്മുടെ ലിറ്റർജി വിശുദ്ധ കുർബാനയെ വിശേഷിപ്പിക്കുന്നത് ദൈവവചനത്തിൻ്റെ പ്രഘോഷണമെന്നാണ്, സുവിശേഷ പ്രഘോഷണമെന്നാണ്. വചനത്തിന് ശക്തി, ഉത്തിതനായ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി കൊണ്ടാണ്, പരിശുദ്ധാത്മാവിന് ശക്തി കൊണ്ടാണ് വിശുദ്ധ കുർബാനയാകുന്നത്. വചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷം ആ വചനം പറഞ്ഞ ആൾ ജീവിച്ചിരിക്കുന്ന ആളാണ് ആ വചനം പറയുന്നത്. അവൻ്റെ വചനം ജീവസുറ്റതാണ്, ജീവൻ നൽകുന്നതാണ്, ജീവനാണ്. ഈ ജീവൻ്റെ വചനത്തിൻ്റെ ഇടയനാണ് എന്നാണ് മാർപ്പാപ്പ സ്വയം വിശേഷിപ്പിച്ചത്. ഇപ്പോഴത്തെ എല്ലാ മെത്രാന്മാർക്കും എല്ലാ അച്ഛന്മാർക്കും ഇതുപോലെ പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, അമ്മയുടെ ഉദരത്തെ വാളുകൾ പിളർന്ന നാളുകളിൽ. അവിടെ അമ്മ എന്ന് പറയുന്നത് ക്രിസ്തുധർമ്മത്തെയാണ്, കത്തോലിക്ക സഭയാണ്. ഈ വലേറിയൻ ചക്രവർത്തി അമ്മയുടെ ഉദരം പിളർക്കുകയാണ്. ഈ മതമർദ്ദനം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭ. ആ സഭയുടെ ഉദരത്തെ വാളുകൾ കൊണ്ട് പിളർക്കുന്നതാണ് ഓരോ മതമർദ്ദനങ്ങളും. നമ്മുടെ അമ്മയ്ക്ക് ക്ഷതമേൽപ്പിക്കുന്ന ഏത് പ്രവൃത്തിയും അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ആ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന തരത്തിൽ ആ ഗർഭപാത്രത്തെ പിളർക്കുന്നതാണ്. അതുകൊണ്ടാണ് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമുക്ക് അതിനെതിരെ നിലകൊള്ളണം എന്ന് ഞാൻ ശക്തമായി വാദിക്കുന്നത്. പാഷാണ്ഡതയെ എതിർക്കുന്നത്, ശീഷ്മയെ എതിർക്കുന്നതാണ് യഥാർത്ഥ ആത്മീയതയുടെ ലക്ഷണമെന്ന് ഞാൻ പറയുന്നത്. അല്ലാതെ എപ്പോഴും മുട്ടുകുത്തി പ്രാർത്ഥിക്കലും മാത്രമല്ല ആത്മീയത. എല്ലാം ക്ഷമിക്കലും പൊറുക്കലും അല്ല ആത്മീയത.
നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് നല്ല ഉദാഹരണം നോക്കുക. നിങ്ങളുടെ കുട്ടികൾ തെറ്റ് ചെയ്താൽ നിങ്ങൾ ശാസിക്കും, പണ്ടൊക്കെയാണെങ്കിൽ അടിക്കും. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ കുറ്റവാളികളാകും. അപ്പോൾ അമ്മയും അപ്പനൊക്കെ കുട്ടികൾ അടിക്കുന്നതോ ശാസിക്കുന്നതോ ദേഷ്യപ്പെടുന്നതോ അവരോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. അപ്പോൾ സ്നേഹത്തിൽ ശിക്ഷണത്തിന്, അച്ചടക്കത്തിന് വലിയ പ്രസക്തിയുണ്ട്. നമ്മുടെ കുടുംബത്തിൽ എന്തുമാത്രം നിയമങ്ങളുണ്ട്. ഒരു ദേശരാഷ്ട്രത്തുള്ളതിനേക്കാൾ കൂടുതൽ നിയമങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. പക്ഷേ അത് അനുസരിപ്പിക്കാനായിട്ട് പോലീസും പട്ടാളവും വേണ്ട. ആ തരം അനുസരണമല്ല അത്. ഈ അപ്പനോ അമ്മയോ അടിക്കാനായിട്ട് ചൂരിലെടുത്താൽ ആ ചൂരിലിൽ സ്നേഹം കൊണ്ട് ചുറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ലാത്തി പോലെയല്ല അപ്പൻ്റെയോ അമ്മയുടെയോ ചൂരൽ, അധ്യാപകരുടെ ചൂരൽ. ഇപ്പം ഇതൊന്നും അടിക്കാൻ പാടില്ല, ഞാൻ ഉദാഹരണം പറയാണ്. പക്ഷേ അച്ചടക്കം വേണ്ടേ? അപ്പോൾ സ്നേഹം, വാത്സല്യം, അതിൻ്റെയൊക്കെ ഭാഗമാണ് അച്ചടക്കം. സഭയിൽ അച്ചടക്കമില്ലെങ്കിൽ, സഭയിൽ തോന്നിയവാസം അനുവദിച്ചു കൊടുത്താൽ ആ സഭ എന്ന് പറയുന്ന അമ്മയുടെ ഗർഭത്തിലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന തരത്തിൽ ആ ഗർഭപാത്രത്തെ പിളർത്ത് കളയുന്നതാണ്. ഇക്കാര്യം എൻ്റെ വീഡിയോസ് ഏതെങ്കിലും മെത്രാന്മാർ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാണുന്ന അച്ഛന്മാരോ അൽമാരോ ഉണ്ടെങ്കിൽ ഈ മെത്രാന്മാരെ ബോധ്യപ്പെടുത്തുന്നത് നല്ലതാണ്. കാരണം ഓരോരുത്തരും അവരുടെ രൂപതയിൽ മാത്രമായിട്ട് ഒതുങ്ങി തീർന്നാൽ സീറോ മലബാർ സഭ അത്, അല്ലെങ്കിൽ കത്തോലിക്ക സഭ അത് ശരിയായ തരത്തിൽ സഭയായിട്ട് വളരുകയില്ല. സഭയിൽ ഐക്യതയുണ്ടാകില്ല. ഓരോ രൂപതകളും വളരണം, തീർച്ചയായിട്ടും വേണം. അതിന് സ്വാതന്ത്ര്യവും വളർച്ചയൊക്കെ വേണം. എങ്കിലും സഭയെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ഉപേക്ഷ കാണിക്കാൻ പാടില്ല. അതിനാൽ കത്തോലിക്ക സഭ എന്ന അമ്മയുടെ ഉദരത്തെ പിളർക്കുന്ന വാളുകൾ വരുമ്പോൾ ആ നാളുകളിൽ ആ വാളിനെ തടയാനായിട്ട് കഴുത്ത് വെച്ച് കൊടുക്കുന്ന നല്ല ഇടയൻ, അതാണ് സിക്സസ് മാർപ്പാപ്പ. പിന്നെ പറയാണ്, പട്ടാളക്കാർ എൻ്റെ മുറിയിൽ കടന്നു വന്ന് എന്നെ കസേരയിൽ നിന്ന് മറിച്ചിട്ടു. മാർപ്പാപ്പയുടെ കാവൽ പടയാളികൾ ഈ വന്നവർക്ക് നേരെ കഴുത്ത് നീട്ടി. അപ്പോൾ രക്തസാക്ഷിയാകാനുള്ള എൻ്റെ അവസരമാണ് നഷ്ടപ്പെടുന്നത് മാർപ്പാപ്പയ്ക്ക് മനസ്സിലായി. മാർപ്പാപ്പ ഉടനെ തന്നെ എഴുന്നേറ്റ് ഈ മതമർദ്ദകരായി വന്നിരിക്കുന്ന അവർക്ക് നേരെ വാളിനെ നീട്ടി. അങ്ങനെ സിക്സസ് മാർപ്പാപ്പ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കാവൽ ഭടന്മാർ രക്ഷപ്പെട്ടു. മാത്രമല്ല അദ്ദേഹം പറയാണ്, അങ്ങനെ ഈ ഇടയന്റെ സുഹൃതത്തിൽ വെളിപ്പെട്ട ക്രിസ്തു തൻ്റെ അജഗണത്തെ അപായരഹിതമായി സൂക്ഷിച്ചു. അംഗരക്ഷകരെ രക്ഷിക്കാനായി മാർപ്പാപ്പ സ്വന്തം ശിരസ് വാളിന് നേരെ കാണിച്ചു കൊടുത്തു. സ്വന്തം ജീവൻ കൊടുത്ത് അജഗണങ്ങളെ വാളിൽ നിന്ന് രക്ഷിച്ചു. ഇങ്ങനെയുള്ളവരല്ലേ ഇടയൻ, വികാരി, മെത്രാൻ, മാർപ്പാപ്പ എന്നൊക്കെ വിളിക്കുന്നത്. നമ്മുടെ ഇടവക ജനങ്ങളെ രക്ഷിക്കാൻ ഏതറ്റം വരെ നമ്മൾ പോയാലല്ലേ വികാരി അച്ഛനാകൂ. ഞാനിരുന്ന ഏതാനും ഇടവകൾ നാട്ടിലുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ചോദിക്കാം. എന്നെ കൊല്ലാതെ എൻ്റെ ഇടവക്കാരെ കൊല്ലാനായിട്ട് ഞാൻ സമ്മതിക്കുമായിരുന്നില്ല. അതിൻ്റെ പേരിൽ പോലീസ് പ്രൊട്ടക്ഷനിൽ ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. ധാരാളം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വേറെ, അതായത് ഇടവകയിലില്ലാത്ത വേറെ കോളനിക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴും എന്നെ പോലീസിൽ അറിയിച്ചിട്ടും പോലീസുകാർ പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പറ്റില്ല. 4 SIയും 4 പോലീസുകാരും വന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഇവരെ ഈ ജനക്കൂട്ടത്തെ ഞാൻ നിയന്ത്രിക്കാം. അവരെന്നെ ആക്രമിച്ചാൽ എൻ്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? 10,000 വരുന്ന ഒരു ജനക്കൂട്ടത്തിൽ 2 പക്ഷം നിന്നിട്ട് അങ്ങോട്ടും ആക്രമിക്കുക. ഞാൻ നടുക്ക് നിന്നു. എന്നെ കൊല്ലാതെ അവർക്ക് ആരെയും കൊല്ലാൻ പറ്റില്ല. ഇങ്ങനെ നിലപാടെടുത്തു. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. 8 വർഷം ഞാൻ വികാരിയായിട്ട് പള്ളികളിൽ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഈ ഇടവകക്കാരെ ഒരാൾക്കും വിട്ടുകൊടുക്കാൻ, അത് ഏത് തീവ്രവാദികളാണെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് പിന്നെ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തേണ്ടി വന്നത്. 11 പോലീസുകാർ 8 ദിവസം എൻ്റെ ജീവനെ രക്ഷിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പോലീസ് പിൻവലിച്ച് കഴിഞ്ഞപ്പോഴും ഭീഷണിയുണ്ട്. അപ്പം എൻ്റെ ഇടവകക്കാർ, അവിടുത്തെ ചെറുപ്പക്കാർ 2 ഗണമായി തിരിഞ്ഞ് അവരുടെ ഇടയിൽ 10-20 പിള്ളേർ, അവരുടെ ഇടയിലാണ് ഞാൻ കിടന്നുറങ്ങിയത് 3 കൊല്ലം. ഇപ്പോഴും അവർ കുറേ പേര് നാട്ടിലുണ്ട്, കുറേ പേരൊക്കെ വിദേശത്തെ ജോലിക്ക് പോയിരിക്കുന്നു. അവരെ മാണിപ്പറമ്പലച്ചൻ്റെ ആർമി പട്ടാളക്കാരനാണ് ഇപ്പോഴും വിളിക്കണേ. ബ്ലാക്ക് കാറ്റ്സും ബ്ലാക്ക് ടൈഗേഴ്സും മറ്റ് 2 ഗ്രൂപ്പ്, എൻ്റെ മുമ്പത്തെ ഇടവക്കാരും പിന്നെ മറ്റു ഇടവക്കാർ,
അങ്ങനെ അവർ വന്നിട്ടാണ് എനിക്ക് സംരക്ഷണം ഏർപ്പെടുത്തിയത് 3 കൊല്ലം. ഞാനത് പറഞ്ഞു വരുന്നത് എൻ്റെ ഒരു പുണ്യം പറയാൻ വേണ്ടിയിട്ടല്ല. എന്നെ കൊല്ലാതെ എൻ്റെ ഇടവക ജനങ്ങളെ, ഇടവക ജനം എന്ന് പറഞ്ഞാൽ കത്തോലിക്കർ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അവിടെ മുസ്ലിംസ് ഉണ്ടാകാം, ഹിന്ദുക്കൾ ഉണ്ടാകാം, ആരും ഉണ്ടാകാം, അവരെ തൊടാൻ ഞാൻ സമ്മതിക്കില്ലേ. ഇങ്ങനൊരു നിലപാടെടുക്കുന്ന ആളെയാണ് ഇടയൻ എന്ന് പറയുന്നത്, വികാരി എന്ന് പറയുന്നത്, മെത്രാൻ മാർപ്പാപ്പ എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ നമ്മുടെ വീട്ടിൽ അപ്പൻ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ ദൃശ്യം സിനിമയിൽ പറയുന്നില്ലേ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ, അതാണ് എൻ്റെ ലോകം. അവിടെ എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. യോഹന്നാന്റെ സുവിശേഷം 13:1 അത് ശരിക്കും. അവൻ സ്നേഹിച്ചു, അവൻ സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചെന്ന ടേലോസ് എന്ന വാക്കിന് അവസാനം വരെ എന്ന് പറഞ്ഞാൽ ഏതറ്റം വരെ എന്നാണ്. സ്നേഹിക്കുന്നവർ രക്ഷിക്കാൻ ഏതറ്റം വരെയും കർത്താവ് പോയി. അതാണ് കുരിശ്. സ്നേഹിക്കുന്നവർ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോയി. അതാണ് കുരിശ്. ആ കുരിശാണ് നമ്മൾ മെത്രാനും മാർപ്പാപ്പയും വികാരിയച്ഛനും കുടുംബനാഥയും ഒക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. സ്വന്തക്കാരെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുക. അങ്ങനെ ചെയ്ത ആളാണ് സിക്സ്റ്റസ് മാർപ്പാപ്പ. അതിലൂടെയാണ് ഈ ക്രിസ്തുവിൻ്റെ സഭയെ അപായത്തിൽ നിന്ന് രക്ഷിച്ചത്. ഇന്ന് തീവ്ര ദേശീയത ഒരു വശത്ത്, മറുവശത്ത് ലവ് ജിഹാദ്, പിന്നെന്താണ് ഭക്ഷണ ജിഹാദ്, പിന്നെ ലാൻഡ് ജിഹാദ്, ഇങ്ങനെ സഭയെ ആക്രമിക്കാൻ വേണ്ടി ഇങ്ങനെ ശത്രുക്കൾ പുറത്തിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവിടെയൊക്കെ നമുക്ക് നമ്മുടെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന നടപടികൾ എടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ നമുക്കും വിശുദ്ധരായും രക്തസാക്ഷികളായിട്ടും മരിക്കാൻ കഴിയട്ടെ.